ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ആപ്പിൾ iPhone 16e പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. iPhone 16 സീരീസിലേക്ക് മോസ്റ്റ് അഫോർഡബിൾ മോഡൽ എന്ന പേരിലാണ് ഈ മോഡൽ ആഡ് ചെയ്തിരിക്കുന്നത്. പുതിയ മോഡലിൽ ആപ്പിൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ മോഡൽ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ദയവായി ഈ വീഡിയോ കംപ്ലീറ്റായി കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഡിസൈനിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 2022 റിലീസ് ചെയ്ത iPhone 14 മോഡലിനോട് സമാനമായ ഡിസൈനാണ് ഈ മോഡലിന് നൽകിയിരിക്കുന്നത്. iPhone 14 ഉപയോഗിച്ചിരിക്കുന്ന 6.1 ഇഞ്ച് സൂപ്പർ റെറ്റിന OLED ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിലും ഉപയോഗിച്ചിരിക്കുന്നത്. 14 കണ്ട വൈഡായിട്ടുള്ള നോച്ച് ഈ മോഡലിൽ നമുക്ക് കാണാൻ സാധിക്കും. സെറാമിക് ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയ ഡിസ്പ്ലേ 800 നിറ്റ്സ് ബ്രൈറ്റ്നസും 60 ഹെർട്സ് റിഫ്രഷ് റേറ്റും നൽകുന്നുണ്ട്. 7.8 mm തിക്നെസ്സുള്ള ഡിവൈസിന് അലുമിനിയം ഫ്രെയിമും ഗ്ലാസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള മോഡൽ മാറ്റ് ബ്ലാക്ക്, വൈറ്റ് എന്നിങ്ങനെ 2 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. 26 hours കണ്ടിന്യൂസ് പ്ലേബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററിയാണ് 16e ഉപയോഗിച്ചിരിക്കുന്നത്. 20 watt USB Type-C വയർഡ് ചാർജിംഗ് ഡിവൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 48 MB സിംഗിൾ പ്രൈമറി ക്യാമറയാണ് ഈ മോഡലിന് നൽകിയിരിക്കുന്നത്. 2-in-1 ഫ്യൂഷൻ ക്യാമറ എന്ന് പേരിട്ടിരിക്കുന്ന സെൻസർ ഒരേ സമയം വൈഡ് ആംഗിൾ ഫോട്ടോസും 2x ഒപ്റ്റിക്കൽ സൂമും ഫീച്ചർ ചെയ്യുന്നുണ്ട്. 16 സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന 12 MB സെൽഫി ക്യാമറയാണ് ഈ ഡിവൈസിലും ഉപയോഗിച്ചിരിക്കുന്നത്. ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ 4K റെക്കോർഡിംഗ് ആയിട്ട് 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. iOS 18.3 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഡിവൈസ് പ്രവർത്തിക്കുന്നത്. 16 സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെ ആപ്പിൾ A18 ചിപ്സെറ്റാണ് 16e ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു 16 സീരീസിൽ ഉപയോഗിച്ചിരുന്ന 5-core GPU A18 ചിപ്സെറ്റിന് പകരം ഡൗൺഗ്രേഡ് ചെയ്ത 4-core GPU ബേസ് ചെയ്തുള്ള ചിപ്സെറ്റാണ് 16e നൽകിയിരിക്കുന്നത്. iPhone 15 ആൻഡ് 16 സീരീസിൽ കണ്ടതുപോലെ ആക്ഷൻ ബട്ടൺ ഈ മോഡലിനും നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഫേസ് ID സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റു 16 മോഡലിൽ കണ്ടിട്ടുള്ള ക്യാമറ കൺട്രോൾ ബട്ടൺ ഈ മോഡലിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ ബട്ടൺ കസ്റ്റമൈസ് ചെയ്ത് ക്യാമറ ആക്സസ് ചെയ്യാൻ സാധിക്കും. ആപ്പിൾ ഇൻ്റലിജൻസ് സർവീസസ് ഈ ഡിവൈസിൽ ഉപയോഗിക്കാൻ സാധിക്കും. iPhone മോഡലിൽ ആദ്യമായി ആപ്പിൾ തന്നെ വികസിച്ചെടുത്ത C1 മോഡം iPhone 16 ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റർ ലോഡിംഗ്, ഇംപ്രൂവ്ഡ് 5G കണക്ടിവിറ്റി, ബെറ്റർ നെറ്റ്വർക്ക് പവർ എഫിഷ്യൻസി, ഹയർ ബാൻഡ്വിഡ്ത്ത് എന്നിങ്ങനെ യൂസർ എക്സ്പീരിയൻസ് മികച്ചതാക്കാൻ C1 മോഡം സഹായിക്കുന്നുണ്ട്. ChatGPT ബാക്കപ്പ് ചെയ്യുന്ന സിറി അസിസ്റ്റൻസ് ആണ് iPhone 16e യൂസറിന് ലഭിക്കാൻ പോകുന്നത്. വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഫീച്ചർ ഉപയോഗിച്ച് നെറ്റ്വർക്ക് ഇല്ലാത്ത സിറ്റുവേഷനിലും വോയിസ് കോൾ, ടെക്സ്റ്റ് മെസ്സേജ് തുടങ്ങിയ സർവീസുകൾ ഉപയോഗിക്കാനും യൂസറിന് സാധിക്കും. മറ്റ് ഐഫോണുകളിൽ കണ്ടിരുന്ന മാക്സ് സേഫ് സപ്പോർട്ട് ഈ മോഡലിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 8GB RAM 128GB സ്റ്റോറേജ് മോഡലിന് 60,000 രൂപയും 8GB RAM 256GB സ്റ്റോറേജ് മോഡലിന് 70,000 രൂപയും 8GB RAM 512GB സ്റ്റോറേജ് മോഡലിന് 90,000 രൂപയുമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. പേഴ്സണലി ആപ്പിളിൻ്റെ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് iPhone 16e എനിക്ക് തോന്നുന്നത്. ഔട്ട്ഡേറ്റഡ് ഡിസൈനും ഡൗൺഗ്രേഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉള്ള ഈ മോഡലിൻ്റെ പ്രൈസിൽ ഫ്ലാഗ്ഷിപ്പ് ആൻഡ്രോയിഡ് മോഡൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എൻ്റെ ഒപ്പീനിയനിൽ കുറച്ചുകൂടി ബഡ്ജറ്റിൽ iPhone 16 മോഡൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്ലീസ് കമൻറ്റ് ബിലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.